ഈശോയിൽ സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, പുതുപ്പാടി ജൂബിലി ധ്യാനകേന്ദ്രത്തിന്റെ ജൂബിലാത്തെ എന്ന ഈ വചന ശുശ്രൂഷയിലേക്ക് ഈശോയുടെ ധന്യനാമത്തിൽ നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു. മനുഷ്യന്റെ ചരിത്രം മുഴുവൻ പരിശോധിക്കുമ്പോൾ എല്ലാ കാലയളവിലും പാപം ചെയ്യുന്ന മനുഷ്യൻ ദൈവത്തിലേക്ക് മടങ്ങി വരുവാൻ കൊതിക്കുന്ന ഒരു മനസ്സോടുകൂടെ കാത്തിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ബെനഡിക്റ്റ് 16 മാർപ്പാപ്പ സ്ഥാനം ഏറ്റെടുത്ത ദിവസം അദ്ദേഹത്തോട് പത്രപ്രവർത്തകർ ചോദിക്കുന്നുണ്ട്, ആദ്യമായി അങ്ങേക്ക് ലോകത്തോട് പറയാനുള്ളത് എന്താണ്? അന്ന് ബെനഡിക്റ്റ് 16 മാർപ്പാപ്പ ഇങ്ങനെ പറഞ്ഞു, മക്കളെ, നമുക്ക് ദൈവത്തിന്റെ ഭവനത്തിലേക്ക് തിരിച്ചു പോകാം. ദൈവത്തിന്റെ ഭവനത്തിലേക്കുള്ള മടങ്ങലിന് വേണ്ടി, തിരിച്ചുവരവിന് വേണ്ടി കൊതിക്കുന്ന ഒരു ലോകത്തിലാണ് നമ്മളെല്ലാവരും ജീവിക്കുന്നത്. വിശുദ്ധ ഗ്രന്ഥം നമ്മൾ പരിശോധിക്കുമ്പോൾ മനസ്സിലുള്ള ഈ പാപഭാരം ഇറക്കി വയ്ക്കുന്നതിന് വേണ്ടി ഓരോ സമയങ്ങളിലും ചരിത്രത്തിൽ മനുഷ്യൻ പല രീതിയിൽ ശ്രമിക്കുന്നതായി നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. യഹൂദന്മാരുടെ ചരിത്രം അക്കാര്യം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. പാപ പരിഹാര ദിനമായിട്ട് ഒരു തിരുനാൾ അവർ ആഘോഷിക്കുന്നു. എല്ലാ വർഷവും ഒക്ടോബർ, നവംബർ മാസങ്ങളിലാണ് ഈ പാപപരിഹാര തിരുനാൾ അവർ ആഘോഷിക്കുന്നത്. ആ തിരുനാളിന്റെ ദിവസം ഒരു കുഞ്ഞാടിനെ അവർ ബലിപീഠത്തിൽ നിർത്തിയ ശേഷം പരസ്യമായി പാപങ്ങൾ ഏറ്റുപറഞ്ഞ് പാപമോചനത്തിനു വേണ്ടി അവർ പ്രാർത്ഥിക്കുന്നു. ജനം പാപങ്ങൾ പരസ്യമായി ഏറ്റുപറഞ്ഞു കഴിയുമ്പോൾ വൈദികൻ, പുരോഹിതൻ ജനത്തിന്റെ പാപങ്ങൾ മുഴുവനും വാരിക്കൂട്ടി കുഞ്ഞാടിന്റെ ശിരസിലേക്ക് വെച്ച് കുഞ്ഞാടിനോട് പറയുന്നു, പാപം ചുമക്കുന്ന കുഞ്ഞാട് നീയാണെന്ന്. അതിനുശേഷം ഈ കുഞ്ഞാടിനെ മരുഭൂമിയിലേക്ക് കൊണ്ടുപോയി വിടും. ഭക്ഷണം കിട്ടാതെ, വെള്ളം കിട്ടാതെ മരുഭൂമിയിൽ അലഞ്ഞു തിരിയുന്ന കുഞ്ഞാട് വിശപ്പ് കൊണ്ട് ചത്തൊടുങ്ങുന്ന നിമിഷം യഹൂദന്മാർ വിശ്വസിക്കുന്നു പാപവും ചത്തു എന്ന്. അതുമല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ചെന്നായയോ കാട്ടുമൃഗമോ ഈ കുഞ്ഞാടിനെ കടിച്ചു കീറി കുഞ്ഞാട് കൊല്ലപ്പെടുന്ന സമയത്ത് അവർ വിശ്വസിക്കുന്നു പാപവും കൊല്ലപ്പെട്ടു എന്ന്. എന്നാൽ പിന്നീട് അവർക്കൊരു കാര്യം മനസ്സിലാവുകയാണ്, ഒരിക്കലും ഈ കുഞ്ഞാടിന് അവർക്ക് വേണ്ടി പാപപരിഹാരം ചെയ്യാനുള്ള ശക്തിയില്ല എന്ന്. അങ്ങനെ വരുമ്പോൾ ആരാണ് മനുഷ്യരെ ദൈവത്തിലേക്ക് അടുപ്പിക്കുന്നത്? ആർക്കാണ് മനുഷ്യരെ രക്ഷിക്കാനായി സാധിക്കുന്നത്? പ്രിയപ്പെട്ടവരെ, ആ ഒരു സമയത്താണ് വലിയൊരു ബോധ്യത്തിലേക്ക് ദൈവമക്കൾ കടന്നു വരുന്നത്. എന്തുകൊണ്ടായിരിക്കും ഒരു കുഞ്ഞാടിന് മനുഷ്യന് വേണ്ടി പാപപരിഹാരം ചെയ്യാനുള്ള കഴിവില്ലാത്തത്? ഒന്നാമതായി, പാപം എന്താണെന്ന് കുഞ്ഞാടിന് അറിയില്ല. കുഞ്ഞാടിന് ആകെ അറിയാവുന്ന കാര്യം അതിന്റെ മുമ്പിൽ വെച്ചിരിക്കുന്ന പ്ലാവില കണ്ടാൽ അറിയാൻ പറ്റും. പക്ഷേ പാപം എന്താണെന്ന് കുഞ്ഞാടിനറിയില്ലല്ലോ. രണ്ടാമത്തെ കാര്യം, മനുഷ്യന്റെ ജീവശാസ്ത്രമനുസരിച്ച്, പ്രപഞ്ചത്തിന്റെ നിയമമനുസരിച്ച് പ്രപഞ്ചത്തിൽ ജീവജാലങ്ങളുടെ ഒരു ശൃംഖല അഥവാ ഒരു ശ്രേണിയുണ്ട്. അതിലേറ്റവും ഉന്നതനായ ജീവിയാണ് മനുഷ്യൻ. ഏറ്റവും താഴെയുള്ള ഒരു ജീവിയാണ് ആട്. അങ്ങനെയെങ്കിൽ മനുഷ്യന് തുല്യനല്ലാത്ത ഈ ആട് മനുഷ്യർക്ക് വേണ്ടി എങ്ങനെ പാപപരിഹാരം ചെയ്യും? ഉദാഹരണത്തിന്, നമ്മൾ ആരെങ്കിലും ഒരു കേസിൽ അകപ്പെട്ടു എന്ന് വിചാരിക്കുക. കോടതി നമ്മെ ശിക്ഷയ്ക്ക് വിധിച്ചാൽ നമ്മൾ തന്നെ ശിക്ഷ അനുഭവിക്കണം. നമുക്ക് പകരമായി വീട്ടിൽ വളർത്തുന്ന ഒരു മൃഗത്തിനും നമുക്ക് വേണ്ടി തെറ്റിന്റെ ശിക്ഷ ഏറ്റുവാങ്ങാൻ നിയമം അനുവദിക്കുന്നില്ല. പ്രിയപ്പെട്ടവരെ, ഈ രണ്ട് കാര്യങ്ങൾ മനുഷ്യരെ മുഴുവനും ചിന്താകുലരാക്കി. എന്താണൊരു പരിഹാരം? അങ്ങനെ ഇരിക്കെയാണ് ദൈവത്തിന്റെ മനസ്സിൽ ഒരു പദ്ധതി ഉണ്ടാകുന്നത്. പാപമില്ലാത്ത ഒരു വ്യക്തിക്ക് മാത്രമേ
മനുഷ്യർക്ക് വേണ്ടി പാപപരിഹാരം ചെയ്യാൻ കഴിയുകയുള്ളൂ. അങ്ങനെ പാപമില്ലാത്ത ദൈവം മനുഷ്യർക്ക് വേണ്ടി പാപപരിഹാരം ചെയ്യാൻ മനുഷ്യന്റെ രൂപമെടുക്കുന്നു. അതാണ് നമ്മൾ ആഘോഷിക്കുന്ന ക്രിസ്തുമസ്. മത്തായിയുടെ സുവിശേഷം 1-ാമത്തെ അധ്യായം 21-ാമത്തെ വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കും. കന്യക ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും, അവൻ യേശു എന്ന പേരിടണം. അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കും. പ്രിയപ്പെട്ടവരെ, നമ്മുടെ പാപത്തിന്റെ മോചനത്തിന് വേണ്ടിയാണ് കർത്താവായ യേശുക്രിസ്തു ഈ ലോകത്തിലേക്ക് കടന്നുവന്ന് നമ്മെ രക്ഷിക്കുവാനായിട്ട് മനസ്സിലായത്. അപ്പോൾ അങ്ങനെയെങ്കിൽ യേശുക്രിസ്തുവാണ് നമ്മുടെ പാപം ചുമക്കുന്ന കുഞ്ഞാട്. യേശു സ്നാപക യോഹന്നാൻ യേശുവിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇങ്ങനെ പറയുന്നുണ്ടല്ലോ, ഇതാ ലോകത്തിന്റെ പാപം ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. ബൈബിളിലെ അവസാനത്തെ പ്രവാചകൻ എന്ന് പറയുന്നത് സ്നാപക യോഹന്നാനാണ്. ഈ സ്നാപക യോഹന്നാൻ യേശുവിനെ കാണിച്ചുകൊണ്ട് പറയുന്നു, ഇതാ ലോകത്തിന്റെ പാപം ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. നമ്മുടെ പാപം ചുമക്കാൻ വേണ്ടിയാണ് യേശു ഈ ലോകത്തിലേക്ക് കടന്നു വന്നത്. യേശുവിന്റെ ജീവിതം മുഴുവൻ നമ്മൾ പരിശോധിക്കുമ്പോൾ യേശു പാപം മോചിക്കുന്നതായി വിശുദ്ധ ബൈബിൾ നമ്മളെ പരിചയപ്പെടുത്തുന്നുണ്ട്. മത്തായിയുടെ സുവിശേഷം 9-ാമത്തെ അധ്യായത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, ഒരു തളർവാദ രോഗിയെ അവർ കിടക്കയിൽ അവന്റെ അടുത്തേക്ക് കൊണ്ടുവന്നു. യേശു തളർവാദ രോഗിയോട് പറയുകയാണ്, നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. ഉടനെ അവിടെ ഉണ്ടായിരുന്നവർ ഇങ്ങനെ സംശയം പ്രകടിപ്പിക്കുകയാണ്, പാപം മോചിക്കാൻ മനുഷ്യനായ യേശുവിന് ആരാണ് അധികാരം നൽകുന്നത്? ഉടനെ യേശുവിന്റെ മറുപടി ഇതാണ്, ഭൂമിയിൽ പാപം മോചിക്കാൻ മനുഷ്യപുത്രന് അധികാരമുണ്ടെന്ന് നിങ്ങൾ അറിയേണ്ടതിന് അവൻ അവരോട് പറഞ്ഞു. ഈ തളർവാദ രോഗിയോടവൻ പറഞ്ഞു, എഴുന്നേറ്റ് നിന്റെ കിടക്കയും എടുത്ത് നടക്കുക. 3 കാര്യങ്ങളാണ് ഈശോ ഈ തിരുവചനത്തിലൂടെ നമ്മെ പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. ഒന്നാമതായി, ഭൂമിയിൽ പാപമോചിക്കാനുള്ള അധികാരം യേശുക്രിസ്തുവിന് മാത്രമേയുള്ളൂ. രണ്ടാമത്തെ കാര്യം, ഈ പാപമോചനത്തിന്റെ അധികാരം യേശുവിനുണ്ടെന്ന് ലോകം മുഴുവനും നിങ്ങളെല്ലാവരും അറിയേണ്ടതുണ്ട്. മൂന്നാമത്തെ കാര്യം, പാപം മോചിച്ചതിന് ശേഷം മാത്രമാണ് ഈശോ അവന് രോഗശാന്തി നൽകുന്നുള്ളൂ. പ്രിയപ്പെട്ടവരെ, അങ്ങനെയെങ്കിൽ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം രക്ഷയിലേക്കുള്ള തിരിച്ചുവരവ് സാധ്യമാകണമെങ്കിൽ അവൻ യേശുക്രിസ്തു നൽകുന്ന ഈ പാപമോചനം സ്വന്തമാക്കേണ്ടിയിരിക്കുന്നു. ലൂക്കായുടെ സുവിശേഷത്തിൽ നമ്മൾ പരിചയപ്പെടുന്ന ഒരു കഥാപാത്രമാണ് സക്കേവൂസ്. സക്കേവൂസിന് 3 പ്രത്യേകതകളുള്ളതായി ബൈബിൾ നമ്മളെ പഠിപ്പിക്കുന്നു. ഒന്നാമതായി, അവൻ ചുങ്കക്കാരനാണ്. ആരാണ് ഈ ചുങ്കക്കാരൻ? നികുതി പിരിക്കുന്ന ഒരു ഉദ്യോഗസ്ഥൻ. റോമാ ഗവൺമെന്റിന് വേണ്ടി അവരുടെ അടിമത്തത്തിലായിരിക്കുന്ന സ്ഥലങ്ങളിൽ നിന്നും ജനങ്ങളിൽ നിന്നും നികുതി ഈടാക്കുന്ന ഉദ്യോഗസ്ഥന്മാരുടെ മേധാവിയായിരുന്നു സക്കേവൂസ്. അങ്ങനെ അന്യായമായ സ്വത്ത് സമ്പാദിച്ച് അവൻ ധനികനായിട്ട് മാറുന്നു. ധനികനായവൻ തീർന്നപ്പോൾ ധനത്തിന്റെ ഒപ്പം തന്നെ പാപം അവന്റെ ജീവിതത്തിൽ കുമിഞ്ഞുകൂടിയതിനാൽ അവൻ ഒരു കുറവുള്ള ഒരു മനുഷ്യനായി മാറി. തന്റെ കുറവിനെ പരിഹരിക്കാൻ വേണ്ടി അവൻ ഒരു വ്യക്തിയെ അന്വേഷിക്കുകയാണ്. തന്റെ വീട്ടുകാർക്കോ നാട്ടുകാർക്കോ അവന്റെ പാപത്തിന് പരിഹാരം ചെയ്യാനുള്ള കഴിവില്ലാത്തതിനാൽ അവൻ ഒരു വ്യക്തിയെ അന്വേഷിക്കുന്നു. അങ്ങനെ ഇരിക്കെയാണ് അവൻ അറിയുന്നത് യേശു തന്റെ നാട്ടിലൂടെ കടന്നു വരുന്നു എന്ന്. അങ്ങനെ യേശുവിനെ കാണാൻ വേണ്ടി അവൻ മുൻപേ ഓടുകയാണ്. പക്ഷെ ജനക്കൂട്ടം നിമിത്തം അവൻ യേശുവിനെ കാണാനേ സാധിക്കുന്നില്ല. മരത്തിൽ കയറിയിരിക്കുന്നു സക്കേവൂസ്. മരത്തിന്റെ കീഴിലൂടെ കടന്നു വരുന്ന യേശുക്രിസ്തു മരത്തിന്റെ കീഴിലെത്തിയപ്പോൾ മരത്തിലേക്ക് നോക്കി പറയുകയാണ്, സക്കേവൂസ് വേഗം ഇറങ്ങി വരിക. ഉടനെ അവൻ നിലത്തിറങ്ങി. യേശു അവനോട് പറഞ്ഞു, എനിക്ക് നിന്റെ വീട്ടിൽ താമസിക്കേണ്ടിയിരിക്കുന്നു. രക്ഷിക്കപ്പെടുവാൻ വേണ്ടി സക്കേവൂസ് ചെയ്യുന്ന കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിക്കണം. ഒന്നാമതായി, അവൻ യേശുവിനെ ഭവനത്തിൽ സ്വീകരിക്കുന്നു. യേശുവിനെ അവൻ ഭവനത്തിലേക്ക് കൊണ്ടുപോയി. ഭവനം എന്ന് പറഞ്ഞാൽ ഇഷ്ടിക കൊണ്ടോ സിമന്റ് കൊണ്ടോ നിർമ്മിക്കുന്ന
ഒരു കെട്ടിടമാണെന്ന് നമ്മൾ ധരിക്കരുത്. അവന്റെ ജീവിതത്തിലേക്ക്, അവന്റെ കുടുംബത്തിലേക്ക് അവൻ യേശുവിനെ സ്വീകരിക്കുകയാണ്. പാപം നിറഞ്ഞ അവന്റെ സ്വകാര്യ ജീവിതത്തിലേക്ക്, പാപം നിറഞ്ഞു നിൽക്കുന്ന കുടുംബ സാഹചര്യങ്ങളിലേക്ക്, അവന്റെ ജീവിതാവസ്ഥയിലേക്ക് അവൻ യേശുവിനെ സ്വീകരിക്കുന്നു. അത് കഴിയുമ്പോൾ അവൻ പരസ്യമായി യേശുക്രിസ്തുവിന്റെ മുമ്പിൽ എഴുന്നേറ്റ് നിന്നുകൊണ്ട് ഇങ്ങനെ പറയുകയാണ്, കർത്താവേ, ഞാനൊരു പാപിയായ മനുഷ്യനാണ്. തന്റെ പാപാവസ്ഥ അവൻ ഏറ്റുപറഞ്ഞു. ഞാൻ അനേകരെ വഞ്ചിച്ചെടുത്ത പണം എന്റെ കയ്യിലുണ്ട്. യേശു ഇതെല്ലാം, അവന്റെ പാപമെല്ലാം കേട്ടുകൊണ്ടിരിക്കുന്ന സമയം അവൻ വീണ്ടും പറഞ്ഞു, എന്റെ സ്വത്തിൽ പകുതി ഞാൻ ദരിദ്രർക്ക് കൊടുത്തേക്കാം, വഞ്ചിച്ചെടുത്ത പണം ഞാൻ തിരികെ കൊടുത്തേക്കാം. തന്റെ പാപത്തിന് പ്രാശ്ചിത്തം ചെയ്യാൻ അവൻ തീരുമാനമെടുക്കുന്നു. സക്കേവൂസിന്റെ ജീവിതത്തിൽ രക്ഷയിലേക്കുള്ള വഴി എന്ന് പറയുന്നത്, ഒന്നാമതായി അവൻ യേശുവിനെ ഭവനത്തിൽ സ്വീകരിച്ചു. രണ്ടാമതായി പാപം അവൻ ഏറ്റുപറഞ്ഞു. മൂന്നാമതായി പാപത്തിന് പ്രാശ്ചിത്തം ചെയ്യാൻ അവൻ തീരുമാനമെടുക്കുന്നു. ഇത്രയും ആയപ്പോഴേക്കും യേശു അവനെ നോക്കി പറയുകയാണ്, ഇന്ന് ഈ ഭവനം രക്ഷ പ്രാപിച്ചിരിക്കുന്നു. സക്കേവൂസ് മാത്രമല്ല, സക്കേവൂസിന്റെ കുടുംബം മുഴുവനും രക്ഷയുടെ അനുഭവത്തിലേക്ക് കടന്നു വരികയാണ്. യേശു കൂട്ടിച്ചേർക്കുന്ന മറ്റൊരു വാചകവും കൂടെയുണ്ട്, ഇവനും അബ്രാഹത്തിന്റെ പുത്രനാണ്. ആരാണ് ഈ അബ്രാഹത്തിന്റെ പുത്രൻ? ഉൽപ്പത്തി പുസ്തകം 12-ാമത്തെ അധ്യായം 2-3 വാക്യങ്ങളിൽ നമ്മളിങ്ങനെ വായിക്കുന്നു. ദൈവമായ യഹോവ അബ്രാഹത്തോട് പറയുകയാണ്, ഞാൻ നിന്നെ അനുഗ്രഹിക്കും, നീ എന്നേക്കും ഒരനുഗ്രഹമായിരിക്കും, നീ മൂലം തലമുറകൾ അനുഗ്രഹിക്കപ്പെടും. അപ്പോൾ അനുഗ്രഹം വഹിക്കുന്ന ഒരു വ്യക്തിയുടെ പേരാണ് അബ്രാഹം. അബ്രാഹം അനുഗ്രഹിക്കപ്പെടുന്ന എല്ലാ മക്കളുടെയും പിതാവായിട്ട് തീരുന്ന വ്യക്തിയാണ്. ദൈവം അവനോട് പറഞ്ഞു, ഞാൻ നിന്നെ അനുഗ്രഹിക്കും, നീ മൂലം തലമുറകൾ അനുഗ്രഹിക്കപ്പെടാൻ വേണ്ടി പോകുന്നു. അങ്ങനെ അനുഗ്രഹിക്കപ്പെടുന്ന അബ്രാഹത്തിന്റെ തലമുറയിൽപ്പെട്ടവനായിരുന്നു സക്കേവൂസ്. പക്ഷെ അവന്റെ ജീവിതത്തിൽ അനുഗ്രഹം അവന് സ്വന്തമാക്കാൻ പറ്റിയില്ല. അവൻ അനുഗ്രഹം ആസ്വദിക്കാൻ പറ്റിയില്ല. കാരണം എന്താണ്? പാപം അവന്റെ ജീവിതത്തിൽ വഴിമുടക്കിയായി നിൽക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. പാപം ഏറ്റുപറഞ്ഞ് പാപത്തിന് പ്രാശ്ചിത്തം ചെയ്യാൻ അവൻ തീരുമാനമെടുക്കുമ്പോൾ അവന്റെ ജീവിതത്തിലേക്ക് യേശുവിന്റെ രക്ഷ കടന്നു വരുന്നതായി വിശുദ്ധ ബൈബിൾ നമ്മളെ പഠിപ്പിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഈ വചനം കേട്ടുകൊണ്ടിരിക്കെ തന്നെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മോട് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം ഇതാണ്. ഏത് പാപാവസ്ഥയിലാണ് നീ കഴിയുന്നതെങ്കിലും, പ്രിയപ്പെട്ട സഹോദര, സഹോദരി, നിന്റെ മനസ്സൊരിക്കലും തകർന്നു പോകേണ്ടതില്ല. കാരണം നിന്നെ രക്ഷിക്കാൻ വേണ്ടിയാണ് കർത്താവായ യേശുക്രിസ്തു മനുഷ്യനായി പിറന്നിരിക്കുന്നത്. യേശു കുരിശിൽ മരിച്ച് നിനക്ക് വേണ്ടി പാപപരിഹാരം ചെയ്തു. അങ്ങനെയെങ്കിൽ നീ ചെയ്യേണ്ടത് എന്താണ്? നിന്റെ തകർന്നഴിഞ്ഞ ജീവിതത്തിലേക്ക്, തകർന്നുപോയ നിന്റെ ആത്മീയ അവസ്ഥയിലേക്ക് യേശുക്രിസ്തുവിനെ നീ സ്വീകരിക്കുക. രണ്ടാമതായി, യേശുവിന്റെ മുമ്പിൽ നിന്റെ പല പാപങ്ങളും മറയ്ക്കപ്പെട്ടിരിക്കുന്നതും നിനക്ക് തന്നെ ബോധ്യപ്പെട്ടിട്ടുള്ളതുമായ എല്ലാ പാപങ്ങളും ഏറ്റുപറഞ്ഞ് പാപത്തിന് പൊറുതി അപേക്ഷിക്കുക. മൂന്നാമതായി, പാപത്തിന് പ്രാശ്ചിത്തം ചെയ്യാനായി നീ തീരുമാനമെടുക്കുക. ഈ ഒരു അനുഭവത്തിലേക്ക് വരുമ്പോൾ യേശു നിന്നോട് പറയും, നീയും അബ്രാഹത്തിന്റെ മകനാണ്, നീയും രക്ഷിക്കപ്പെട്ട ഒരു മകനാണ്. അങ്ങനെയാകുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ ദൈവാനുഗ്രഹത്തിന്റെ സമൃദ്ധി സ്വന്തമാക്കുവാൻ വേണ്ടി നമുക്ക് സാധിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഒരു മനുഷ്യന്റെ ആത്മാവിന് ദൈവത്തെ കണ്ടുമുട്ടാതെ, ദൈവത്തോട് ബന്ധപ്പെടാതെ ജീവിക്കാൻ ഒരിക്കലും സാധ്യമല്ല. കാരണം ഭൂമിയിൽ നിന്ന് എടുക്കപ്പെട്ടിട്ടുള്ളത് നമ്മുടെ ശരീരവും മനസ്സുമാണെങ്കിൽ, ദൈവത്തിൽ നിന്ന് നമ്മിലേക്ക് വന്നിരിക്കുന്നത് ദൈവത്തിന്റെ ആത്മാവാണ്. അതുകൊണ്ട് തന്നെ മനുഷ്യർക്ക് ദൈവത്തോട് ബന്ധപ്പെട്ടേ ജീവിക്കാൻ പറ്റുകയുള്ളൂ. ദൈവമില്ലാതെ ഒരു ജീവിതം മനുഷ്യന് അസാധ്യമാണ്. അങ്ങനെയെങ്കിൽ ദൈവത്തോട് ഉള്ള നമ്മുടെ ബന്ധം തകരുന്ന നിമിഷമാണ് പാപത്തിന്റെ അവസ്ഥ. നമ്മളെല്ലാവരും തന്നെ പള്ളിയുടെ വാൽ മുറിഞ്ഞ് വീണ് കിടക്കുന്നത് കണ്ടിട്ടുണ്ടാവും. ഈ മുറിഞ്ഞുപോയ വാൽ സദാസമയവും നിലത്ത് കിടന്ന് പിടച്ചുകൊണ്ടിരിക്കും.
അങ്ങനെയെങ്കിൽ ദൈവത്തോട് മുറിക്കപ്പെട്ടിരിക്കുന്ന ഒരാത്മാവ്, ആ ആത്മാവിന്റെ അവസ്ഥ എപ്പോഴും അസ്വസ്ഥമായിരിക്കും, എപ്പോഴും അസ്വസ്ഥതയായിരിക്കും. ഈ ഒരു അസ്വസ്ഥതയിൽ നിന്ന് ഈ ആത്മാവിന് മോചനം ലഭിക്കണമെങ്കിൽ അവൻ ദൈവത്തോടുള്ള ബന്ധം പുനഃസ്ഥാപിക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണല്ലോ പാപാവസ്ഥയിൽ ജീവിച്ച ശേഷം പാപത്തിൽ നിന്ന് മോചനം പ്രാപിച്ച വിശുദ്ധ അഗസ്റ്റിൻ തന്റെ ജീവിതകഥയിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്: ഓ അലൗകികമായ സൗന്ദര്യമേ, എന്റെ ദൈവമേ, ഞാൻ നിന്നെ അറിയാൻ എത്രയോ വൈകിപ്പോയി. നിന്നിൽ വിലയം പ്രാപിക്കുവോളം എന്റെ ആത്മാവ് അസ്വസ്ഥമായിരിക്കും. ദൈവത്തിൽ വിലയം പ്രാപിക്കാത്ത, ദൈവത്തോട് ബന്ധമില്ലാത്ത ഏതൊരാത്മാവും ഒരു വലിയ അസ്വസ്ഥതയിലേക്ക് നീങ്ങുന്നു എന്നാണ് വിശുദ്ധ അഗസ്റ്റിൻ പോലും നമ്മളെ പഠിപ്പിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, അങ്ങനെയെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ പാപം മോചിക്കപ്പെടുന്ന ഒരവസ്ഥയിലാണ് നമ്മുടെ ജീവിതത്തിൽ രക്ഷയും ഐശ്വര്യവും സമൃദ്ധിയും പുനഃസ്ഥാപിക്കപ്പെടുക എന്ന് വിശുദ്ധ ബൈബിൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഈ ഒരു കാര്യം ഒരു ആത്മീയ സത്യം മാത്രമല്ല, മറിച്ച് ഇന്നത്തെ ആധുനിക മനഃശാസ്ത്രം പോലും ഈ ഒരു സത്യം ഉറക്കെ വിളിച്ചു പറയുന്നുണ്ട്. കൊറിയയിൽ ജീവിക്കുന്ന പ്രസിദ്ധനായിട്ടുള്ള ഒരു മനഃശാസ്ത്രജ്ഞൻ, ചാൾസ് യൂൺ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹം തന്റെ പഠനങ്ങളുടെ വെളിച്ചത്തിൽ ഇപ്രകാരം ഒരു സത്യം ലോകത്തോട് പറയുന്നുണ്ട്. അദ്ദേഹത്തിന്റെ അടുത്ത് ചികിത്സിക്കാൻ വേണ്ടി നാനാ വിധത്തിലുള്ള മനുഷ്യർ പല ജീവിത സാഹചര്യങ്ങളിൽ നിന്ന് കടന്നു വരുന്നവരുണ്ട്. ചിലരെങ്കിലും കഠിനമായ മാനസിക രോഗത്തിന്, കുറ്റബോധത്തിന് അടിമകളായിട്ടുള്ളവരാണ്. ചിലരെയെങ്കിലും അദ്ദേഹം ചികിത്സിക്കുമ്പോൾ അവർ ഏത് മതത്തിൽ വിശ്വസിക്കുന്നവരാണെന്ന് അദ്ദേഹം ചോദിക്കാറുണ്ട്. യേശുവിൽ വിശ്വസിക്കുന്നവരാണെന്ന് പറഞ്ഞാൽ ഉടനെ അദ്ദേഹം അവരോട് പറയും, നിങ്ങൾ മനസ്സിലുള്ള കുറ്റബോധം മാറ്റാൻ വേണ്ടി, മനസ്സിന്റെ ഈ അസ്വസ്ഥത നീങ്ങാൻ വേണ്ടി നല്ലൊരു കുമ്പസാരം നടത്തി പാപമോചനം സ്വീകരിച്ച് ദൈവവുമായുള്ള ഐക്യത്തിലേക്ക് കടന്നു വരണം എന്ന് അദ്ദേഹം പറയാറുണ്ട്. അങ്ങനെ തിരിച്ചു പോകുന്ന രോഗികൾ പാപമോചനത്തിനു വേണ്ടി പ്രാർത്ഥിച്ച്, മനഃശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ച്, ദൈവവുമായുള്ള ബന്ധം പുനഃസ്ഥാപിച്ചു കഴിഞ്ഞ് തിരിച്ച് ചികിത്സയ്ക്ക് വേണ്ടി വരുമ്പോൾ തന്നെ അവരൊരു സത്യം മനസ്സിലാക്കുന്നു: അവരുടെ രോഗത്തിന്റെ 3/4 ഭാഗത്തോളം അവരെ വിട്ടുപോകുന്നു എന്ന്. ചാൾസ് യൂണിന്റെ കണ്ടുപിടുത്തം ഇതാണ്. ദൈവവുമായുള്ള ബന്ധം പുനഃസ്ഥാപിക്കപ്പെടുന്ന ഏതൊരു രോഗിക്കും അവന് പാപശാന്തി മാത്രമല്ല, അവന് മനഃശാന്തി കൂടെ ലഭിക്കുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, അങ്ങനെയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ പാപം മാറുമ്പോഴേക്കും നമുക്ക് നല്ലൊരു ആരോഗ്യത്തിലേക്ക് കടന്നു വരാൻ പറ്റും. ശരീരവും മനസ്സും ആത്മാവും ഒരു ബന്ധത്തിലേക്ക് കടന്നു വരുമ്പോൾ പൂർണ്ണമായിട്ടുള്ള ആരോഗ്യം പുനഃസ്ഥാപിക്കപ്പെടുന്നു എന്നാണ് നമ്മുടെ മുമ്പിൽ ചരിത്രവും വിശ്വാസവും ശാസ്ത്രവും മുൻപിൽ വെക്കുന്നത്. അങ്ങനെയെങ്കിൽ നമുക്ക് ദൈവസന്നിധിയിൽ ഒരു തീരുമാനമെടുക്കാം. നമ്മുടെ പാപങ്ങളെല്ലാം ഏറ്റുപറഞ്ഞ് ദൈവത്തോടുള്ള ബന്ധം പുനഃസ്ഥാപിക്കാം. അങ്ങനെ നമുക്ക് ആരോഗ്യമുള്ള, ഐശ്വര്യമുള്ള, കൃപയുള്ള ഒരു ജീവിതം നയിക്കാൻ സാധിക്കും. അതിന് കർത്താവ് നമ്മെ സഹായിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. തുടർന്ന് വരുന്ന ആരാധനയിൽ പാപമോചനത്തിനും സൗഖ്യത്തിനും വേണ്ടി കർത്താവിനോട് നമുക്ക് അപേക്ഷിക്കുകയും ചെയ്യാം. ആമേൻ. ഈശോയെ ആരാധന.
ഈശോയുടെ പക്കലേക്ക് ഉയർത്തിപ്പിടിച്ച് മാലാഖമാരോടും വിശുദ്ധരോടും ചേർന്ന് സർവശക്തനായ യേശുക്രിസ്തുവിനെ നമുക്ക് ഒരുമിച്ച് ആരാധിക്കാം. യേശുവേ ആരാധന. ഈശോയെ ആരാധന, ഈശോയെ ആരാധന, ഈശോയെ ആരാധന, ഈശോയെ ആരാധന. ദിവ്യകാരുണ്യ സന്നിധിയിലേക്ക് നിന്റെ കൈകൾ ഉയർത്താം. നിന്റെ തകർച്ചകളും നിന്റെ രോഗങ്ങളും നിന്നെ അലട്ടുന്ന ജീവിത പ്രശ്നങ്ങളും എല്ലാം ഈശോയുടെ പക്കലേക്ക് ഉയർത്തിക്കൊണ്ട്, കർത്താവേ, എന്റെ സഹനങ്ങളെ ഓർത്ത്, എന്റെ വേദനകളെ ഓർത്ത്, രോഗങ്ങളെ ഓർത്ത് ഞാൻ അങ്ങേ ആരാധിക്കുന്നു. നമുക്കൊരുമിച്ച് കർത്താവിനെ ആരാധിക്കാം. ഈശോയെ ആരാധന, ഈശോയെ ആരാധന, ഈശോയെ ആരാധന, ഈശോയെ ആരാധന. കൈകൾ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കാം. കണ്ണുകളടച്ച് കർത്താവിന്റെ സന്നിധിയിൽ നമുക്ക് പ്രാർത്ഥനാപൂർവമായിരിക്കാം. പ്രിയ ദൈവ പൈതലെ, 1000 സൂര്യന്മാരുടെ ശോഭയുള്ള കണ്ണുകളോടെ ദിവ്യകാരുണ്യ ഈശോ നിന്നെ തന്നെ നോക്കുകയാണ്. നിന്റെ ജന്മത്തിന്റെ ആരംഭം മുതൽ ഇന്നുവരെയുള്ള ഓരോ സംഭവങ്ങളും സൂര്യന്റെ വെട്ടത്തിലെന്നതുപോലെ കർത്താവ് കാണുന്നു. നിന്റെ കണ്ണിൽ നിന്ന് ഒഴുകിയിറങ്ങുന്ന ഓരോ തുള്ളി കണ്ണുനീരും ഈശോ അറിയുന്നുണ്ട്. നിന്റെ മനസ്സിലൂടെ കടന്നുപോകുന്ന വിഷമവിചാരങ്ങൾ കർത്താവ് കാണുന്നു. നിന്റെ ഞെരുക്കങ്ങളും നിന്റെ തകർച്ചകളും എണ്ണി എണ്ണി മനസ്സിലാക്കുന്നൊരു ദൈവമാണ് നിന്റെ മുമ്പിലുള്ളത്. കർത്താവ് നിന്നോട് പറയുന്നു, മകനെ, നീ തകർന്നവനാണ്. മകളെ, നീ തകർന്നവളാണോ? നീ ഒരിക്കലും ഭഗ്നാശയാകരുത്. നീ ഒരിക്കലും വിഷമിക്കരുത്. നീ ആകുലപ്പെടേണ്ട. ഞാൻ നിന്റെ രക്ഷകനായ യേശുക്രിസ്തുവാണ്. നീ തകർന്നവനാണോ മകനേ? നീ തകർന്നവളാണോ മകളേ? ഞാൻ നിൻ രക്ഷകൻ, നിന്റെ തകർച്ചകളെല്ലാം നന്മയായി മാറ്റുന്നവൻ യേശുനായകൻ. നമുക്കൊരുമിച്ച് കർത്താവിനോട് പ്രാർത്ഥിക്കാം. നീ തകർന്നവനാണോ മകനേ? നീ തകർന്നവളാണോ മകളേ? ഞാൻ നിൻ രക്ഷകൻ, നിന്റെ തകർച്ചകളെല്ലാം നന്മയായി മാറ്റുന്നവൻ യേശുനായകൻ. നമ്മുടെ മനസ്സിലുള്ള എല്ലാ വിഷമങ്ങളും മുറിവുകളും കർത്താവ് അറിയുന്നു. നിന്റെ അബോധ മനസ്സിലും ഉപബോധ മനസ്സിലും ആഴത്തിൽ വേരുപാഞ്ഞിട്ടുള്ള വേദനാജനകമായ അനുഭവങ്ങളെയും ഓർമ്മകളെയും ഈശോ അറിയുന്നു. യേശുക്രിസ്തു ഇന്നും ഇന്നലെയും നാളെയും ഒരുവൻ തന്നെയാകയാൽ കർത്താവിനെ നിന്നെ സുഖപ്പെടുത്താൻ പറ്റും. കൈകൾ ഈശോയിലേക്ക് ഉയർത്തിപ്പിടിച്ച് അധരങ്ങൾ തുറന്ന് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. എന്റെ രക്ഷകനായ യേശുവേ, എന്റെ ദുഃഖങ്ങൾ അറിയുന്ന കർത്താവേ, എന്റെ വേദനകൾ അറിയുന്ന ദൈവമേ, എന്നെ ആശ്വസിപ്പിച്ച് ധൈര്യപ്പെടുത്തണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നീ തകർന്നവനാണോ മകനേ?
ഈശോയെ നീ തകർന്നവളാണോ മകളെ, ഞാൻ നിൻരക്ഷകൻ, നിന്റെ തകർച്ചകളെല്ലാം നന്മയായി മാറ്റുന്നവൻ. ഒരുപക്ഷെ നിന്റെ ജീവിതത്തിൽ ഈ ആന്തരിക മുറിവുകളുടെ സ്വാധീനത്തിൽ നിന്റെ ജീവിതം നിഷേധാത്മകമായ ചിന്തകൾക്ക് അടിപ്പെട്ടിരിക്കാം. പാപത്തിലേക്ക് പൂണ്ടിരിക്കുന്ന ഒരു മനസ്സായിരിക്കും നിന്റേത്. അതുമല്ലെങ്കിൽ നിന്റെ ജീവിതത്തിൽ വ്യക്തിത്വ വൈകല്യത്തിന് അടിമയായി പോയിരിക്കാം. പലവിധത്തിലുള്ള ശാരീരിക രോഗങ്ങൾക്ക് കീഴ്പ്പെട്ടിരിക്കുന്ന ഒരു വ്യക്തിയാകും നീ. ഈശോ നിന്നോട് പറയുന്നു, പ്രിയപ്പെട്ട മകനെ, മകളെ, ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ്. കൈകൾ യേശുവിലേക്ക് ഉയർത്തിപ്പിടിച്ച് സർവവും കർത്താവിന് വിട്ടുകൊടുത്ത് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സൗഖ്യം തരണേ ഈശോയെ. നീ തകർന്നവനാണോ മകനേ, നീ തകർന്നവളാണോ മകളെ, ഞാൻ നിൻരക്ഷകൻ, നിന്റെ തകർച്ചകളെല്ലാം നന്മയായി മാറ്റുന്നവൻ. കൈകൾ ഈശോയിലേക്ക് ഉയർത്തിപ്പിടിക്കാൻ കർത്താവ് നിന്നെ ആശീർവദിക്കുന്ന ഈ സമയം നിന്റെ ശരീരത്തിലെ രോഗങ്ങൾ നിന്നെ വിട്ടകലും, മനസ്സിന്റെ വേദനകൾ നിന്നെ വിട്ടകലും, നിന്റെ ആത്മാവിൽ അഭിഷേകം ലഭിക്കും. കൈകൾ ഉയർത്തി നമുക്കെല്ലാവർക്കും യേശുവേ എന്ന് വിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കാം. യേശുവേ എന്ന് വിളിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. യേശുനായകൻ